നമ്മുടെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർസ് ആണ്. സോഫ്റ്റ്വെയർ എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ ആദ്യം പഠിച്ചതാണ്, തുടക്കത്തിൽ പഠിച്ചതാണ് സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടച്ച് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് കാണാൻ പറ്റുന്ന പാർട്സ് ആണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അതിലേക്ക് നമുക്ക് എന്ത് ആപ്ലിക്കേഷൻ വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന പ്രോഗ്രാംസിനെയാണ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ മൊബൈൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ സിസ്റ്റം ഓൺ ആയി വരുന്ന സമയത്ത് തന്നെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സിസ്റ്റം മൊബൈൽ സ്വിച്ച് ഓൺ ആകുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ അതിൽ നടക്കുന്നുണ്ട്. അതായത് അതിന്റെ റാമിൽ നിന്ന്, റോമൊക്കെ നമ്മൾ പഠിച്ചാണ്, റോമിൽ നിന്നൊക്കെ കുറെ കാര്യങ്ങൾ വന്നിട്ട് ആ സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഓണായി വരുന്നുണ്ട്. അത് യൂസ് ചെയ്യുന്നതാണ് ഇത് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ എപ്പോഴും റോമിൽ ഒരു പാർട്ട് റോമിൽ സേവ് ചെയ്തിട്ടുണ്ടാവും, ഒരു പാർട്ട് റാമിൽ സേവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ ഒരു സിസ്റ്റം ഓൺ ആകുന്ന സമയത്ത് ആ റോമിൽ നിന്നാണ് ഫെച്ച് ചെയ്യുന്നത്. ആ ഡാറ്റാസിനെ എടുക്കുന്നത് റോമിൽ നിന്നായിരിക്കും. പിന്നെ റാമിലുള്ള ഡാറ്റാസ് കൂടെ എടുത്തിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് ആ സിസ്റ്റം ഓൺ ആയിരിക്കും. അത് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയറിനെ തന്നെ വീണ്ടും രണ്ടായി തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ലാംഗ്വേജ് പ്രോസസർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ OS എന്ന് പറയുന്നത് നമുക്കറിയാം, ഏത് സിസ്റ്റവും നമുക്ക് ഒരു യൂസർക്ക് ഇന്റർഫേസ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. നമുക്കൊരു കമ്പ്യൂട്ടർ ഓൺ ആയി കഴിഞ്ഞാൽ അവിടെ വിൻഡോസ് ലോഡായി വരുന്നത്. ആ വിൻഡോസ് നമുക്ക് യൂസ് ചെയ്യുന്നത് നമ്മൾ വിൻഡോസ് ആണ് അവിടുത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. വിൻഡോസ് XP, വിൻഡോസ് വിസ്ത, വിൻഡോസ് 7, ഇപ്പോൾ 10 ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് യൂസർക്ക് ആ സിസ്റ്റത്തിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞ വിൻഡോസ് ഒക്കെ. ലാംഗ്വേജ് പ്രോസസർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ, ഇൻസ്ട്രക്ഷൻ കൊടുക്കണമെങ്കിൽ കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജ്, നമ്മൾ പറയുന്ന ലാംഗ്വേജ് അല്ല ഒരിക്കലും കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നത്. കമ്പ്യൂട്ടർ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് കോഡ് ഇൻസ്ട്രക്ഷൻസ് ആണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. ആ ലാംഗ്വേജസിനെ പ്രോസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലാംഗ്വേജ് പ്രോസസർ എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് വരുന്നത് അസംബ്ലർ വരും, കമ്പൈലർ ആൻഡ് ഇന്റർപ്രറ്റർ. ഈ മൂന്ന് കാര്യങ്ങളാണ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് വരുന്നത്. അതായത് അസംബ്ലർ എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ബൈനറി ലാംഗ്വേജ് ആണ്. 0-1 ഡിജിറ്റ് വെച്ചിട്ടാണ് നമ്മുടെ സിസ്റ്റത്തിൽ കമ്പ്യൂട്ടറിൽ ലാംഗ്വേജ് കൊടുക്കുന്നത്. അപ്പോൾ അസംബ്ലർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ലാംഗ്വേജസിനെ മെഷീനിന് മനസ്സിലാവുന്ന രീതിയിൽ മെഷീൻ ലാംഗ്വേജസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പാർട്ടാണ് ഇത് അസംബ്ലർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ജനറലായിട്ട് അതിലേക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെ മെഷീനിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് അസംബ്ലർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് കമ്പൈലർ. കമ്പൈലർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ലാംഗ്വേജസ് ഹൈ ലെവൽ, ലോ ലെവൽ ലാംഗ്വേജസ്. ഹൈ ലെവൽ ലാംഗ്വേജസിനെ ലോ ലെവൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അതായത് ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. എല്ലാ മെഷീൻസിലും നമുക്ക് യൂസർക്ക് കൊടുക്കാൻ പറ്റുന്ന ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജസ്. അതിനെ സിസ്റ്റത്തിന് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ലോ ലെവൽ ലാംഗ്വേജസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് കമ്പൈലർ എന്ന് പറയുന്നത്. ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ ഇന്റർപ്രറ്റർ. ഇന്റർപ്രറ്ററും ഇതേപോലെ തന്നെയാണ്. നമ്മൾ യൂസർ കൊടുക്കുന്ന ലാംഗ്വേജസിനെ സിസ്റ്റത്തിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുന്നതാണ് ഇന്റർപ്രറ്റർ എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടെ കമ്പൈലറിനെക്കാളും കുറച്ചുകൂടെ സ്പീഡ് കൂടുന്നത് ഇന്റർപ്രറ്റർ എന്ന് പറയും. ഇത്രയും കാര്യങ്ങളാണ് ലാംഗ്വേജ് പ്രോസസർ പറയുന്നത്. അതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ നമ്മൾ പറഞ്ഞു, സിസ്റ്റം സോഫ്റ്റ്വെയർ പറഞ്ഞു. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അത് മൂന്ന് ടൈപ്പ് ഉണ്ട്. ഒന്ന് പാക്കേജസ്, യൂട്ടിലിറ്റീസ്, ലാസ്റ്റ് കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ. പാക്കേജസ് എന്ന് പറയുമ്പോൾ നമ്മൾ ജനറൽ ആയിട്ട് എന്തെങ്കിലും കാര്യം ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതായത് വേർഡ് പ്രോസസർ ഒരു പാക്കേജിംഗ് സോഫ്റ്റ്വെയർ ആണ്. അതൊരു പാക്കേജ് ആണ്. നമുക്ക് ജനറൽ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന സോഫ്റ്റ്വെയർ ആണ് പാക്കേജസ്. അതായത് വേർഡ് പ്രോസസർ എന്ന എക്സാമ്പിൾ ആണ്. യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു നമ്മൾ ഇതുപോലെ തന്നെ സിസ്റ്റത്തിലുള്ള ഒരു വയർ സ്കാനർ, അതായത് അത് നമ്മൾ എന്താണ് ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വയർ സ്കാനർ എന്ന് പറയുന്നത്. അത് ഒരു കോമൺ എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയ ടാസ്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് യൂട്ടിലിറ്റീസ്. അതിന്റെ എക്സാമ്പിൾ ആണ് വയർ സ്കാനർ എന്ന് പറയുന്നത്. ലാസ്റ്റ് ടൈപ്പ് കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ. അത് നമ്മൾ പ്രത്യേകമായിട്ട് നമുക്ക് എന്തെങ്കിലും റിക്വയർമെന്റിന് വേണ്ടി മാത്രം നിർമ്മിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നിങ്ങൾ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ ബാങ്കിങ് സോഫ്റ്റ്വെയർ, ഇതൊക്കെ കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. അവർക്ക് വേണ്ടി മാത്രം അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് ടൈപ്പാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് വരുന്നത്: പാക്കേജസ്, യൂട്ടിലിറ്റീസ്, കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ. അടുത്തത് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ പറഞ്ഞു. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാംസ് ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ സിസ്റ്റംസ് എന്ന് പറയും. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ളതാണ്
ടൈപ്സ് അതിന്റെ ടൈപ്സ് പറയുന്നത് സിംഗിൾ യൂസർ സിസ്റ്റം. സിംഗിൾ യൂസർ സിസ്റ്റം ആ പേര് തന്നെ കൊടുത്തിട്ട് എന്താണ് സിംഗിൾ യൂസർ, ഒരു യൂസർ മാത്രമേ ഉണ്ടാവുള്ളൂ ആ സിസ്റ്റത്തിൽ. അത് ഒരാൾക്ക് വേണ്ടി പേഴ്സണൽ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള സിസ്റ്റം ആയിരിക്കുന്നത് സിംഗിൾ യൂസർ സിസ്റ്റം എന്ന് പറയുന്നത്. അതിനകത്ത് സ്പെസിഫൈ ചെയ്യുന്ന ടാസ്ക് അയാൾക്ക് വേണ്ടി മാത്രം, ആ പ്രത്യേക ആൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്തായിരിക്കും സിംഗിൾ യൂസർ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, നമ്മുടെ സിംഗിൾ യൂസറാണ്. ഇനി ബാച്ച് പ്രോസസ്സിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ബാച്ച് എന്തെങ്കിലും ഒരു സ്പെസിഫൈഡ് ടാസ്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ബാങ്കിങ് സെക്ടർ അങ്ങനെ അവർക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബാച്ച് പ്രോസസ്സിംഗ് സിസ്റ്റം. അല്ലെങ്കിൽ ഒരു പ്ലാന്റിൽ പ്രോജക്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിസ്റ്റം. അതൊക്കെ അവർക്ക് വേണ്ടി സ്പെസിഫൈ ചെയ്ത ടാസ്കിനനുസരിച്ച് സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതാണ് ബാച്ച് പ്രോസസ്സിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടൈപ്പ് മൾട്ടി പ്രോഗ്രാമിംഗ് സിസ്റ്റം. മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരേ സമയത്ത് തന്നെ വ്യത്യസ്തമായ പ്രോഗ്രാംസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് കിട്ടേണ്ട കാര്യങ്ങളുണ്ടാവും. അതായത് നമ്മളിപ്പോൾ വലിയ യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ കുറേ കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാനുണ്ടാവും. മൾട്ടി പ്രോഗ്രാമിംഗ് ആയിരിക്കും. വേർഡ് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് തന്നെ മറ്റേ എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളും വേറെ എന്തെങ്കിലും സെർച്ച് ചെയ്യാനൊക്കെ ഉണ്ടാവും. അതൊക്കെ മൾട്ടി പ്രോഗ്രാമിംഗ് സിസ്റ്റം വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് ടൈം ഷെയറിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ സിസ്റ്റംസ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുക, ഡാറ്റാസ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുക. അതായത് ടൈം ഷെയറിംഗ്, സമയത്തിന്റെ അധിഷ്ഠിതമായിട്ട് ഡാറ്റാസ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് ടൈം ഷെയറിംഗ് സിസ്റ്റത്തിൽ വരുന്നത്. ഇത് നമ്മൾ മൾട്ടി പ്രോഗ്രാമിംഗ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ടൈം ഷെയറിംഗ് സിസ്റ്റം വരുന്നത്. റിയൽ ടൈം സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിന്റെ കാര്യങ്ങൾ മുഴുവനായിട്ട് നമുക്ക് പ്രോസസ് ചെയ്യാനുള്ളത് എടുക്കാൻ പറ്റുന്ന സിസ്റ്റംസ് ആണ് റിയൽ ടൈം സിസ്റ്റം എന്ന് പറയുന്നത്. ലാസ്റ്റ് നെറ്റ്വർക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഇന്റർനെറ്റിന്റെ കാര്യം പറയുന്നത്, അതായത് നെറ്റ്വർക്കിംഗ് സിസ്റ്റംസ് നമ്മൾ കമ്പയർ ചെയ്യും. ഗ്രൂപ്പ് ഓഫ് സിസ്റ്റംസ് കണക്റ്റഡ് ടുഗദർ ടു ഫോം എ നെറ്റ്വർക്ക്, അത് ചെയ്യുന്നതാണ് നെറ്റ്വർക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉള്ളത്. സിംഗിൾ യൂസർ, ബാച്ച് പ്രോസസ്സിംഗ്, മൾട്ടി പ്രോഗ്രാമിംഗ്, ടൈം ഷെയറിംഗ്, റിയൽ ടൈം ആൻഡ് നെറ്റ്വർക്ക് സിസ്റ്റംസ്. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ എക്സാമ്പിൾ ആണ് നമ്മൾ പോപ്പുലർ ആയിട്ടുള്ള കേട്ട് പരിചയമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരാണ് എഴുതിയിരിക്കുന്നത്. ഡോസ് എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ ആദ്യമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഡോസ്. ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയും. ഡോസ് എന്ന് പറയുന്നത് ആദ്യത്തെ MS DOS എന്നൊക്കെയാണ് പറയുക, മൈക്രോസോഫ്റ്റ് ഡോസ്. ഡോസ് എന്ന് പറയുന്നത് സിംഗിൾ യൂസറാണ്, സിംഗിൾ ടാസ്ക് പെർഫോമിംഗ് സിസ്റ്റം ആണ് ഡോസ് എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം വിൻഡോസ് ഒക്കെ ഉണ്ട്. വിൻഡോസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ യൂസർ അല്ല, സിംഗിൾ പ്രോഗ്രാമിംഗ്, സിംഗിൾ ടാസ്ക് അല്ല നമ്മൾ ചെയ്യുക. പക്ഷേ ഡോസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ യൂസർ, സിംഗിൾ ടാസ്ക് പെർഫോമിംഗ് സിസ്റ്റം ആണ് ഡോസ് എന്ന് പറയുന്നത്, ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. രണ്ടാമത്തെ ടൈപ്പ് പറയുന്നത് യുണിക്സ് ആണ്. യുണിക്സ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ആണ്, അതായത് മൾട്ടി ലെവൽ യൂസിംഗ് ആണ് യുണിക്സിൽ വരുന്നത്. മൾട്ടി ടാസ്കിംഗ് ആണ്, മൾട്ടി പ്രോഗ്രാമിംഗ് ആണ് യുണിക്സ് എന്ന് പറയുന്നത്, മൾട്ടി യൂസർ സിസ്റ്റം ആണ്. മൂന്നാമത് ലിനക്സ്. ലിനക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലിനക്സ് എന്ന് പറഞ്ഞാൽ യുണിക്സിന്റെ തന്നെ ഒരു വേർഷനാണ് ലിനക്സ് എന്ന് പറയുന്നത്. ലിനക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ കൂടെയാണ്. ലിനക്സ് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, അതായത് ഇതിന്റെ സോഴ്സ് കോഡ്, പ്രോഗ്രാമിംഗിന്റെ സോഴ്സ് കോഡ് നമുക്ക് കിട്ടും. ഈ കോഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസർക്ക് തന്നെ മാറ്റങ്ങൾ വരുത്തിയിട്ട് അഡ്വാൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സിസ്റ്റമാണ് ഇത്, സോഫ്റ്റ്വെയർ ആണ് ഇത് ലിനക്സ് എന്ന് പറയുന്നത്. ലിനക്സ് എന്ന് പറയുന്നത് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. അതിന്റെ സോഴ്സ് കോഡ് അടക്കം നമുക്ക് കിട്ടും. അതിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ട് നമ്മളുടെ എന്താണ് അഡ്വാൻസ്ഡ് ആയിട്ട് പോയി കാര്യങ്ങൾ റിസർച്ച് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ലിനക്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് മാക് OS എന്ന് പറഞ്ഞാൽ ആപ്പിൾ കമ്പനി അവരുടെ മാക്കിൻടോഷ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത സിസ്റ്റം, ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മാക് OS എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ജനറലായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. അത് സോഫ്റ്റ്വെയർ ലൈസൻസ് ആണ്. ലൈസൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നത് ലൈസൻസ് വേണമെന്ന് പറയും. അതായത് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നതിന് നമുക്ക് എന്ത് വേണം? ലൈസൻസ് വേണം. അതിൽ രണ്ട് ടൈപ്പ് ഉള്ളത്, പ്രൊപ്രൈറ്ററി ലൈസൻസും ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ലൈസൻസും. പ്രൊപ്രൈറ്ററി ലൈസൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിരിക്കുന്ന ഓണർഷിപ്പ് അവരുടെ കയ്യിൽ തന്നെയായിരിക്കും. നമുക്ക് അതിന് മാറ്റങ്ങളൊന്നും വരുത്താനുള്ള അധികാരം, നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. അങ്ങനത്തെ പ്രൊപ്രൈറ്ററി ലൈസൻസ് എന്ന് പറയുന്നത്, അതായത് ഓണർഷിപ്പ് ആ ക്രിയേറ്റ് ചെയ്ത ആളുടെ കയ്യിൽ തന്നെയായിരിക്കും ഉണ്ടാവും. ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ തന്നെ പറയുന്ന പോലെ ഫ്രീ ആയിരിക്കും. നമുക്ക് അതിൽ ചെറിയ ചേഞ്ചസും കാര്യങ്ങളും നമുക്കായിട്ട് വരുത്താൻ പറ്റും. അവരുടെ സോഴ്സ് കോഡ് നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ആ സോഫ്റ്റ്വെയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ചസ് വരുത്താൻ പറ്റും. അതാണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ലൈസൻസ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഇന്റർനെറ്റ് ആൻഡ് സോഫ്റ്റ്വെയർ ലൈസൻസ് സോഫ്റ്റ്വെയറിൽ പറയാനുള്ളത്. സോഫ്റ്റ്വെയർ ലൈസൻസ് കാര്യങ്ങൾ കഴിഞ്ഞുള്ള ഈ സോഫ്റ്റ്വെയർ